ഒരു സിനിമാ വിശേഷം എങ്ങനെയുണ്ട്? കാരണം നമ്മളിങ്ങനെ ഓരോ ദിവസവും വരുമ്പോഴും പുതിയ പുതിയ സിനിമകൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കരുതലോടെ ഓരോ സിനിമകൾ വരുന്നു, കരുതലോടെ നമ്മൾ കാണുന്നു. ഇതൊക്കെ പറഞ്ഞു വന്നത് കരുതൽ എന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഈ കരുതൽ സിനിമ എന്താന്നുള്ളത് ഞാനല്ല പറയുന്നത്, അവരുടെ ടീം തന്നെ വന്ന് പറയട്ടെ. Now let's welcome team കരുതൽ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരുപാട് സന്തോഷമുണ്ട്, പരിചയമുള്ള മുഖങ്ങളെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പൊ എന്തായാലും ഇനി നമുക്ക് കരുതലോടെ സിനിമയെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ്, യെസ് ഡയറക്ടർ പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് ജോമി ജോസ്. അപ്പം എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു നഴ്സാണ്. അതോടൊപ്പം തന്നെ പാഷനായിട്ട് കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അവാർഡ്സ് ഫെസ്റ്റിവൽസിലൊക്കെ കിട്ടി. അങ്ങനെയാണ് ഈ സിനിമ മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ സിനിമയിൽ ഞങ്ങൾ നായികയായിട്ട് ആദ്യം പരിഗണിച്ചിരുന്ന ഒരാൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെ വേദിയിലുണ്ട്. ഞങ്ങൾ ആദ്യം പരിഗണിച്ചിരുന്നത് ഡയാനയായിരുന്നു. ഡയാനയോട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം അന്ന് ഡയാനയുടെ മാരേജും ഒക്കെയുള്ള ആ സമയമായിരുന്നു. അതുകൊണ്ട് ഡയാനയുടെ ഡേറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ആദ്യം അങ്ങനെ ഓർത്ത ജാടയാണെന്ന്. പിന്നെയാണ് മാരേജ് ആണെന്ന് ഒഫീഷ്യലി അറിഞ്ഞത്. തീർച്ചയായിട്ടും അടുത്ത പരിഗണിക്കാം. പറഞ്ഞോളൂ. നമസ്കാരം, വളരെ സന്തോഷം. എന്റെ ക്യാരക്ടർ ഇതാണ്, നായികയുടെ അച്ഛനാണ്. വളരെ ചികനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നമുക്ക് ഹീറോയിനെ ഒന്ന് പരിചയപ്പെടാം. അതെ, ഞാൻ ഐശ്വര്യ നന്ദൻ. ഞാൻ ഓൾറെഡി 2 മൂവി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടതാണ് ഈ മൂവി ആസ് എ ഹീറോയിൻ. ഫസ്റ്റ് മൂവിയാണ് എൻ്റെ. സോ ഐ വോണ്ട് എവ്രി വൺ സപ്പോർട്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ലൈക്ക് എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിൽ എൻ്റെ സ്റ്റാർട്ടാണ്. So I just want everyone to support us and audience to watch our movie. എന്തായാലും ഐശ്വര്യക്ക് ഇനിയും ഒരുപാട് സിനിമകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊന്നത് ഇങ്ങോട്ടേക്ക് പോയിക്കോട്ടെ. മമ്മൂക്കേന്റെ AI ആയിട്ട് വന്നപ്പോഴും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത നമ്മുടെ ടിങ്കിൾ ചേട്ടനോട് നിൽപ്പുണ്ട്. ഹായ് ചേട്ടാ. അതെ, രേഖാചിത്രത്തിൽ നമ്മളെ ഞെട്ടിച്ചാണ്. അല്ലേ, ഞാൻ എൻ്റെ സിനിമ തുടങ്ങുന്നത്, അതായത് സിനിമയിലേക്ക് വരുന്നത് രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. മമ്മൂക്കയുടെ ഒരു AI രീതിയിലാണ് വന്നത് ഫേസിൽ. ഇത് മാത്രം, ബാക്കി നടപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തത്. അതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഡൂപ്പായിട്ട് ചെയ്യുകയായിരുന്നു. ആ ഡൂപ്പിൻ്റെ വേഷത്തിലൂടെയാണ് എനിക്കിതൊരു കിട്ടിയത്. അത് ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് വൈറലായി. അപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത്. അതിനുശേഷം എനിക്കൊരു സിനിമ എൻ്റെ ഒരു മുഖത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നത് കരുതൽ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് ഞാൻ എങ്ങനെ ചെയ്യും, അത് എന്ത് ചെയ്യും എന്ന് പോലും അറിയാണ്ട് ഡയറക്ടർ സാറാണ് എന്നെ വിളിച്ചത്. ആ സിനിമയ്ക്കകത്ത് ഒരു ചാൻസ് തന്നത്. ഞാനിതിനകത്തൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇവിടെ ഇങ്ങനെ കരുതലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ജോമി സാറിനോട് നന്ദി പറയുന്നു. ഏതാണെങ്കിലും കരുതലിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി ജോമി സാർ എന്നെയും കൂടി വിളിച്ചു. ഒരു പാട്ട്, അതും ഒരു മുഴുനീളപ്പാട്ട് എനിക്ക് തന്നിട്ടുണ്ട്, ഒരു സോളോ. ഒരുപാട് സന്തോഷമുണ്ട് കരുതലിൻ്റെ ഭാഗം ആവാനായിട്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കണ്ട് നമ്മുടെ സിനിമ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വമ്പൻ ഹിറ്റായിട്ട് നമ്മുടെ പടം മാറുന്നത് നിങ്ങളുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ നമുക്ക് ചേച്ചിയുടെ പാട്ട് എന്തായാലും കേട്ടിരിക്കണം. ഈ നാട്ടുകാർ എന്നെ അടിക്കും. അപ്പൊ അതുകൊണ്ട് എന്തായാലും പ്രസീദ് ചേച്ചി, എൻ്റെ അളിയ പൊന്നളിയ എന്നൊരു ജിങ്ക പാട്ടാണ്. സ്റ്റെപ്പ് ഇട്ടൊക്കെ കൂടണം കേട്ടോ. ആയിക്കോട്ടെ, പാട്ട് പോവാ. തിന്തക താരോ തിന്തക ദയ്യക തിന്തക താരോ ഒന്ന് കൈയടിച്ചേ. തിന്തക താരോ തിന്തക ദയ്യക തിന്തക താരോ. വരും കുഞ്ഞളിയ എന്തളിയ പൊന്നളിയ എന്ന് വരും കുഞ്ഞളിയ. നാളെയല്ലേ വെളുക്കാവിൽ വേലപ്പുരം
വിശേഷങ്ങൾ അറിയാനുണ്ടാക്കില്ലേ? ഒരുപാടുണ്ട്. അതെ, എന്ത് ചെയ്യും? പ്രത്യേകിച്ച് കാന്താരാ. യെസ്, പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടാണ് അല്ലെ? പോരാത്തിന് എനിക്ക് നമ്മുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിന്റെ എവിയുടെ ഫുൾ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സുരാജ് തന്നെയാണ് അല്ലേ? അതെ അതെ അതെ, ഞാൻ തന്നെ. അല്ല, അപ്പൊ ഇനി എനിക്ക് കാന്താര കേൾക്കണം. കാര്യം നമ്മള് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റായ കാന്താരയിൽ ഋഷഭ് ഷെട്ടിക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ ഡബ് ചെയ്തേക്കുന്നത് നമ്മുടെ സുരാജ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒക്ടോബർ 2 എന്ന് പറയുന്ന ദിവസത്തിൽ ഋഷഭ് ഷെട്ടി 5 വർഷം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സിനിമ ഇറക്കിയപ്പോൾ രക്ഷപ്പെട്ടത് ഞാനും കൂടിയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം ചൊരിഞ്ഞൊരു വർഷമാണ് 2025. ഏകദേശം ഒരുപാട് ശബ്ദത്തിൽ നിന്നും ഋഷഭ് സാർ തന്നെ സെലക്ട് ചെയ്ത ശബ്ദമാണ്. അപ്പോൾ അതിൽ വലിയൊരു പ്രിവിലേജ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എവിടെ ഇരിക്കുന്ന അദ്ദേഹം താങ്ക് യു സോ മച്ച് സാർ. ഇത് കാണുമോ എനിക്കറിയില്ല. എനിവേ ഓക്കെ. അപ്പോൾ ഡയലോഗ് പറയാം. ബർമ്മ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സീനിലെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ ഡയലോഗ്. അതിനുശേഷം ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ, അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്കും വന്നൂടെ. പിന്നെ ഒരു ഹൈ പിച്ച് ഡയലോഗ് ഉണ്ട്: ഇനി മുതൽ വിളവെടുപ്പിന്റെ 3ാമത്തെ പങ്ക് അതിർത്തിയിൽ വെക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. പിന്നെ ഒരു ഒറ്റ സ്ട്രെച്ചിലൊരു ഡയലോഗ്: ഞങ്ങളുടെ ആളുകളെ തുറങ്കിലടിച്ച് അവരുടെ രക്തം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഖജനാവ് നിറച്ചിട്ട് ഇപ്പൊ സമാധാനം പറയാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് പോയത്. നമുക്ക് ഇത്ര ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടല്ലോ വി ഫീൽ സോ പ്രൗഡ് അബൌട്ട് യു. താങ്ക് യു ഒരുപാട് ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അദ്ദേഹത്തിനും അങ്ങനെ തന്നെ വിചാരിക്കട്ടെ അടുത്ത സിനിമകളിലൊക്കെ. അല്ല, ഇനിയിപ്പോ നമ്മള് അല്ലു അർജുന് നമ്മള് ശബ്ദമായതുപോലെ ഇനി ഋഷഭ് ഷെട്ടിയുടെ ശബ്ദം ആരാ? ഒന്നുകൂടിയൊക്കെ പറ. ഇനി നമുക്ക് ഒരു റാപ്പിനെ പറ്റി പറഞ്ഞാലോ? റാപ്പ് സോങ് ഒക്കെ റാപ്പ് പാടാൻ പോകുന്നത് സ്മിസ് ആണ്. എന്റെ ശരിക്കുള്ള പേര് സ്മിനേഷ് എന്നാണ്. ഇപ്പൊ സ്മിസ് കിസ് കൊടുക്കുമ്പോ കിസ്മിസ്. യെസ്, അപ്പൊ എന്തായാലും പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പേരാണ്. ഈ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു കലാരൂപം എന്താണെന്നുള്ളതും കൂടെ എനിക്കറിയണം. ബീറ്റ് ബോക്സിംഗ് ചെയ്യും? അതെ, ബീറ്റ് ബോക്സിംഗ് ചെയ്യും. ഒരു കമ്പനി വേണോ അത് ചെയ്യാൻ? പിന്നെ ഒരു കമ്പനി ആണെങ്കിൽ എനിക്ക് ഒന്ന് പറയാൻ പറ്റുന്നത് ബിന്ദുജേനെ നമുക്ക് കമ്പനി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നാദസ്വരമാണ് ചെയ്യുന്നത്. ഓ നൈസ്. അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കണം, കേട്ടു നോക്കണം. കാണുകയല്ല, കേട്ടു നോക്കാം അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അയ്യോ, എന്ത് ക്ലിയറോ. നാല് കല്യാണത്തിന് ഇതേ രീതിയിൽ അതെ, 4 കല്യാണം ഞാൻ എന്റെ നാസി കൊണ്ട് തന്നെ നാസറും ചെയ്തിട്ടുണ്ട്. നാദസ്വരം ബിന്ദുജ എന്നൊരു പേരുണ്ട്. ബിന്ദുജാന്റെ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റി, പിച്ച് വേറെ ലെവൽ. നമ്മൾ പറയില്ലേ, ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. യൂഷ്വലി ഇങ്ങനെ ബീറ്റ് ബോക്സ് ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ശ്വാസം എടുക്കണമെങ്കിലും ആ ഒരു സൗണ്ട് വരും. ദിസ് വാസ് സോ നീറ്റ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സോ ഗുഡ്.
7 വർഷം ഞാൻ സ്റ്റേറ്റ് നാഷണൽ വിന്നറായിരുന്നു മിമിക്രി. ഗായികമാരുടെ ശബ്ദം അനുകരിച്ചാണ് ഇങ്ങനെ ചീപ്പൊക്കെ വെച്ചിട്ട് കുറെ പരിപാടിയുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടെ. ഗിന്നസ് വേൾഡ് റെക്കോർഡറും കൂടെയാണ് മിമിക്രി. I rest my case. വലിയൊരു ഡ്രീമായിരുന്നു ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കരുതലിൽ ഒരു പാട്ട് നമ്മുടെ പ്രദീപേട്ടൻ പള്ളുരുത്തി ചേട്ടനാണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പം ജോമി ബ്രോയുടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഇതിലൊരു മനോഹരമായ ഒരു ഗാനം എനിക്ക് പാടാൻ സാധിച്ചു. അപ്പോൾ ഞാൻ സർപ്രൈസഡായിട്ടുണ്ട്. ഞാൻ റെക്കോർഡിങ്ങിന് വന്ന സമയത്ത് ആണ് പറയുന്നത് ഇതിൽ നമ്മുടെ ഓൾഡ് ഏജ് ഹോമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ഇവിടെ ഫ്ലോറിൽ പെർഫോം ചെയ്ത നമ്മുടെ അച്ഛനമ്മമാരെ അറിയാമല്ലോ, കരുണാലയം എന്ന ഓൾഡ് ഏജ് ഹോമിൽ. അപ്പോൾ അവിടുത്തെ മീഡിയ കോർഡിനേറ്ററായിട്ടും കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും എൻ്റെ ബ്രദർ വിനീഷും. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ 8 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഭാഗം തന്നെ ഈ സിനിമയായിട്ട് കണക്റ്റ് ഉണ്ട്. ഓൾഡ് ഏജ് ഹോമിൻ്റെ കഥയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഞാൻ. എന്തായാലും പെർഫോമൻസും കിട്ടില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിരുന്നു. കരുതൽ സിനിമ ഇതുപോലെ തന്നെ ഗംഭീരമാവട്ടെ. റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ എല്ലാവരും പോയി കാണുക. എല്ലാവരും കരുതലോടെ തന്നെ പോയി കണ്ടോളൂ. ഗംഭീരമായിരിക്കും. ബേസ്ഡ് ഓൺ എ ട്രൂ ഈവന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഈവന്റ് എന്താന്നുള്ളതും നമുക്ക് കാണാം അല്ലെ. അപ്പൊ എന്തായാലും സുലേട്ടാ സ്കിറ്റൊക്കെ നമുക്ക് കണ്ടൊന്ന് ചിരിച്ചാലോ? ഹലോ, നമസ്കാരം. വേറെ ഒന്നുമല്ല, നമ്മുടെ റിട്ടയർഡ് ജഡ്ജ് ഒരു ഹോട്ടൽ തുടങ്ങി. അവിടെ നമ്മുടെ അഡ്വക്കേറ്റ് വിശ്വനാഥൻ സാറും ഞാനുമാണ് സപ്ലയർ. അതെ അതെ. ഇവിടെ വെറൈറ്റി എന്താണോ, ഈ കോടതിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. മാത്രമല്ല ജഡ്ജി അടിക്കുന്ന ഈ ചിറ്റികയില്ലേ, അതിൻ്റെ കോല് വച്ചിട്ടാണ് പുട്ടുകുത്തുന്നത്. വെറൈറ്റിയാണ് സംഭവം ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഈ ചാനലിൽ ഇതൊന്ന് ന്യൂസ് ഒന്ന് വലിയ ഹിറ്റാക്കി തരണം. ഞാൻ കച്ചവടം കിട്ടണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. എത്ര മണി ചെയ്യണം കേട്ടോ. ഓക്കെ. എൻ്റെ പൊന്നു എന്ത് വൈകിയത്? അല്ല, കേസ് എന്തായി? കുറച്ച് കേസ് ഞാൻ ചുട്ടുവെച്ചിട്ടുണ്ട്, ഒരെണ്ണം കത്തിപ്പോയി, കുറച്ച് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പീൽ കേസ് എന്തായി? അപ്പീല് വെളുപ്പിന് വന്നു. 5 ലിറ്റർ അപ്പീല് വന്നു. അതിൽ 2 ലിറ്റർ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് വെച്ച്. പക്ഷെ ഈ അപ്പീല് വെള്ളം ചേർത്തിട്ടുണ്ടോ സംശയം. അവനൊരു ഉടായിപ്പുണ്ട്, അതെനിക്കറിയാം. അതൊക്കെ പോട്ടെ. ഞാൻ വരാൻ വൈകിയത് എന്താണെന്നറിയാം. എന്താ? എടോ ഒന്നും പറയണ്ടോ. എനിക്ക് ഈ വാദത്തിന്റെ ചെറിയൊരു അസ്കിത ഉണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോകണം, വാദം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. അതല്ല ഞാൻ പോവാ. പിന്നെ അപ്പൊ ഞാനിന്ന് എഴുന്നേക്കാൻ ലേറ്റായി. എന്താ? അപ്പൊ ഞാനും എന്റെ കക്ഷിയായിട്ട് ഇതും പറഞ്ഞു 1-2 പറഞ്ഞു അങ്ങോട്ട്. സാറിന്റെ കക്ഷി മനസ്സിലായില്ല? എന്റെ ഭാര്യ അങ്ങനെ വാദപ്രതിവാദം ആയപ്പോ അവള് ലാസ്റ്റ് എന്നോട് പറഞ്ഞ് തന്റെ കേസ് ഞാൻ അവധിക്ക് വെച്ചേക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. സാറ് പേടിക്കുന്ന കാര്യമില്ല സാറേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഭാര്യയോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മതി. എല്ലാ പ്രശ്നങ്ങളും തരും, കൂളായിട്ട് വരും. താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് നമ്മൾ സംസാരിച്ചാൽ മതി. പക്ഷെ അത് ആരുടെ ഭാര്യയോടാണ് എന്ന് താൻ പറഞ്ഞു. എങ്ങനെയാ സാറിന്റെ ഭാര്യ സംശയിക്കാതിരിക്കണേ? എടോ അത് വിട്ടുകളാം. അത് പോട്ടെ. നമ്മുടെ ഹോട്ടലിന്റെ റിട്ടയർഡ് മജിസ്ട്രേറ്റ് വന്നാ ഉണ്ട്. തൂക്കിക്കൊന്നാലും ചാവൂല എന്ന് പറഞ്ഞിട്ടിരിക്കുക. ദേ വന്നാള്. അത് സാറേ കയ്യിൽ ചെന്താണ് കേസ് കിട്ട്. അപ്പൊ കാറിൽ ഇറങ്ങിപ്പോയ സ്ത്രീ സാറിന്റെ കേസ് കിട്ട്. അത് സെർവന്റ് ആണെന്ന് മനസ്സിലായില്ലേ? ഇത് പറ്റുമുക്കിൽ പറ്റെഴുതി പറ്റിച്ചവരെ കൊടുക്കാനുള്ള കേസ് കെട്ടാണിത്. മനസ്സിലായില്ലേ? മനസ്സിലായി സാർ. അയ്യോ, പരാതി കുടിക്കാൻ ഈ നേരമായിട്ട് ആരും വന്നില്ലേ? പരാതി കുടിക്കാനോ? എന്താ സാറേ? എടോ, ചായ കുടിക്കാൻ. ഇവിടുത്തെ ചായയെ കുറിച്ച് മൊത്തം പരാതിയാണല്ലോ. ആരാ ചായ ഉണ്ടാക്കണത്? ചായ ഉണ്ടാക്കണത് നീ അങ്ങനെ പറയരുത്. നീ അല്ലേ ചായ അടിക്കണത്? നീ അല്ലടാ ചായ അടിക്കണത്. ഞാൻ അടിച്ച താങ്കമാട്ട് 4 മാസം തൂക്കമാട്ടം നിർത്ത്. കണ്ടു കഴിഞ്ഞാൽ 2 പേരും കീരിയും പാമ്പുവാ. ഇവിടെ നിങ്ങൾ ഇവിടുത്തെ സപ്ലയർ ആണെന്നുള്ള ബോധം വേണം. മനസ്സിലായില്ലേ? ഓക്കെ, ഓർഡർ ഓർഡർ. ഇപ്പൊ എന്തിനാ ഓർഡർ കൊടുക്കുന്നത്? ആ സുഗുണനില്ല, പഞ്ചായത്ത് കിണറിന്റെ അടുത്തല്ലേ, അയാളുടെ അച്ഛൻ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു സാറേ? ഉറക്കത്തിൽ ഷുഗർ കൂടിന്നാണ് കേട്ടത്. ഉറക്കത്തിലൊക്കെ ഷുഗർ കൂടും? എനിക്ക് മനസ്സിലാവുള്ള. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ സ്വീറ്റ് ഡ്രീംസ് കണ്ടാ പോരെ, ഷുഗർ കൂടൂലേ? ഷുഗറുള്ളാക്ക് സ്വീറ്റ്സ് ഒരു പ്രശ്നമാണ്. അത് ശരിയാണ്. ഈ ഉറുമ്പരിച്ചാണ് പുള്ളി മരിച്ചത്. അത് ചെന്ന് നോക്കണം. മനസ്സിലായ?
അപ്പൊ പുള്ളിയുടെ വീട്ടിലേക്ക് ഫുഡ് വേണം, അതിനു വേണ്ടിയാണ് ഈ ഓർഡർ എടുത്തത്. മനസ്സിലായില്ലേ? വീട്ടിലേക്ക് നമുക്ക് അൽഫാമും കുഴിമന്തി കൊടുത്താലോ? മരിച്ച വീട്ടിലേക്ക് അൽഫാമും കുഴിമന്തിയും. എടാ കഞ്ഞി തന്നെ വിളിക്കണം. പയറും. നിന്നെ വിളിച്ചു സാറേ, ഈ കേസൊക്കെ സാറ് ആരെങ്കിലും തൂക്കിക്കൊല്ലാൻ വെച്ചിട്ടുണ്ടാ? ഞാനാ? നല്ല കഥയായി പോയി. എടോ, ഒരു സീരിയൽ കില്ലറെ തൂക്കിക്കൊല്ല വിധിച്ച ആളാണ് ഞാൻ. സീരിയൽ കില്ലറേ? ആന്നേ. അയാളോട് ചോദിച്ചു ഞാൻ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അപ്പൊ പുള്ളി പറയാ, കറണ്ട് ചാർജ് എന്ന് കുറയുന്നോ അപ്പൊ എന്നെ തൂക്കിക്കൊന്നാ മതി. അതോടെ പുള്ളിയുടെ കേസ് ജീവൻ എന്താക്കി കളഞ്ഞു. ഒരിക്കലും കുറയണ പ്രശ്നമില്ല. സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാൽ എത്ര പേരെ കൊന്നിട്ടുണ്ട്? ഒരുപാട് മലയാളി പ്രേക്ഷകരെ കൊന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അതായത് ഒരുപാട് അവിഹിത സീരിയലുകൾ ചെയ്ത് പ്രേക്ഷകരെ ഇഞ്ചിഞ്ചായി കൊന്നിട്ടുള്ളതാണ് ഈ സീരിയൽ കില്ലർ. നമ്മളെ കല്യാണത്തിന് വേണ്ടിട്ട് രാവിലെ ഇറങ്ങിയതല്ലേ? നിനക്ക് വിശപ്പ് കാണും. ഇല്ല, എനിക്ക് വിശപ്പൊന്നുമില്ല. നമുക്ക് ഈ ഹോട്ടലിൽ കയറി ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. നമ്മൾ കല്യാണത്തിന് പോവാൻ പോവല്ലേ കുട്ടാ? നീ വിശന്നിരിക്കല്ലേ, അപ്പൊ നമുക്ക് എങ്ങനെ പോവാൻ പറ്റും? നമുക്ക് കഴിച്ചിട്ട് പോവാം. കുട്ടന്റെ ഈ കരുതലും സ്നേഹവും ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ അറിയാതെ എന്റെ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടു പോവുക. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കരുതലേ ജീവിതത്തിലും ഉണ്ടോ? ജീവിതത്തിലും കരുതലുണ്ട്. കരുതലിന്റെ ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ആണോ? ശരി, എന്നാ നമുക്ക് പെട്ടെന്ന് പോവാട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരാവുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് കേട്ടോ. നേരാവുന്നതിന് മുമ്പേ ചെറുക്കൻ താലി കെട്ടും. അവൻ താലി കെട്ടുന്നതോടുകൂടി അവന് നേരെ പോകും. ചേട്ടാ, പെട്ടെന്നായിക്കോട്ടെ. എന്താ വേണ്ടത് പറഞ്ഞോ. എനിക്കൊരു ലൈറ്റ് ചായ, മധുരം ഇടാത്തത്. ഒരു ലൈറ്റ് ചായ മധുരം ഇടാത്തത്. അവിടെ പോയി നിൽക്കണോ? അവിടെ എനിക്കൊരു സ്ട്രോങ് ചായ വിരലിടാത്തത്. ഒരു സ്ട്രോങ് ചായ വിരലിടാത്തത്. അങ്ങനെ പറഞ്ഞത്? ഇവിടെ വന്ന് എപ്പോഴേലും വിരലിടാത്തൊരു ചായ താൻ തന്നിട്ടുണ്ടോ? അത് മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ഈ നടുവരലിന് കുഴിനകത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എപ്പോഴും ചൂടുവെള്ളത്തിൽ തട്ടിക്കിടന്നാൽ നല്ല രസമായിരിക്കുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പൊ ഓക്കെ ആയി, വേറെ കുഴപ്പമില്ല. പിന്നെ കഴിക്കാൻ എന്താന്ന് പറഞ്ഞില്ല. പഴംപൊരി ഉണ്ടോ ചേട്ടാ? പഴംപൊരി ഉണ്ട്. എന്നാ എനിക്കൊരു പഴംപൊരി. ഒരു ചൂട് പഴംപൊരി. ഇവിടെ ബോളി ഫ്രഷ് ആണോ? ഫ്രഷ് ആണോന്നോ? രാവിലെ കുളിച്ചൊരുക്കി അമ്പലത്തിൽ പോയി കുറിയില്ലേ? ബോളിയോ? ബോളിയല്ല ഞാൻ. ഇവിടുത്തെ ബോളിക്ക് ഒരു വികാരം ഉണ്ടോ? ഉണ്ട് സാർ. അങ്ങനെയൊക്കെ നമ്മുടെ ബോളിനെ കുറ്റം പറയല്ലേ. എവിടെ ചായ? എവിടെ ചായ? മോന്ത് മോന്ത് ബോളി. പ്രസീത ചായ കുടി. എങ്ങനെയാ കേട്ടില്ല? പ്രസീത ചായ കുടിക്കാൻ. പ്രസീത ചാലക്കുടി എന്നാണ്, അല്ലാണ്ട് പ്രസീത ചായ കുടിക്കല്ല. അയ്യോ, ഇതെന്റെ ഭാര്യ പ്രസീത. അവളോട് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞ. എങ്ങനെയാ? ആര് പറഞ്ഞു ബോളിക്ക് വികാരമില്ലാന്ന്? ആ സൗണ്ട് കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം. എന്തൊരു വികാരമാണ് ഇത്. ബോളിവുഡ് ആണോടോ? ബോളിവുഡോ? അതങ്ങനെ വെച്ചത്? വുഡ് കൊണ്ടുണ്ടാക്കിയ ബോളി ആണോന്നാ ചോദിച്ചേ. എന്റെ അണപ്പല്ല് പോയി. അങ്ങനെ? സോറി സാർ, ഒന്നും വിചാരിക്കരുത്. അയ്യോ എടാ, ഞാൻ ലൈറ്റ് ചായയിലോട് പറഞ്ഞത്, അത് വിത്തൗട്ട്. ചായ മാറിപ്പോയാണ് മാഡം. എന്തൊരു കഷ്ടാണ്. കുട്ടാ, ഈ കടുപ്പുള്ള ചായ താൻ കുടിച്ചിട്ട് ഈ ലൈറ്റ് ചായ എനിക്ക് തടാം. നീ കുടിച്ച ചായയുടെ ബാക്കി ഞാൻ കുടിക്കണം. എന്റെ പട്ടി കുടിക്കും. പട്ടി ചായ കുടിക്കൂ? അതാണ് പട്ടി ചായ. ഇവിടെ നിന്ന് പട്ടി ഷോ കാണിക്കാതെ അവിടെ പോയി ഒരു ചായ എടുത്ത് കൊടുക്കണോ? അപ്പൊക്കെ വെച്ചിട്ട് അത് നടക്കില്ലത്. എന്തുകൊണ്ട് നടക്കില്ല സാർ? എന്റെ കക്ഷിയായ ഈ കുട്ടി ഒരു ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് പറയുന്നത് പുനഃപരിശോധിക്കണമെന്നാണ് ഈ കോടതിയോട് എനിക്ക് പറയാനുള്ളത്. ആ കാരണം വ്യക്തമാക്കാനുള്ള ബാധ്യത കടയിലെ ഗ്യാസ് തീർന്നു സാർ. ഹോട്ടൽ ഓണർ, ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഹോട്ടലിന്റെ ഉത്തരവാദിത്തം എന്റെ പേരിലാണെന്നാണ് ഇയാൾ പറയുന്നത്. ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രസീദനെ വിളിക്കുന്നത്. പ്രസീദയല്ലേ മുൻപിൽ ഇരിക്കണത്. ഞാൻ ഭയങ്കര ആരാധിക പ്രസീദയുടെ നാടൻ പാട്ടിന്റെ. ഉള്ളുള്ളേരും ആയിരം കയറ്റി അവിടെ ഇരുന്നോട്ടെ. പോയതാണ്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണതേ, ഇതൊക്കെ സുന്ദരിയായ പെൺകുട്ടീന്റെ അടുത്ത് ഇരിക്കുന്ന കൊണ്ടായിരിക്കും ആ വലിയ നടന് സുനിൽ സുഗന്ധ എന്ന് പേര് വന്നത്. സുനിൽ സുഗത. അങ്ങനെയാണല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓർഡർ ഓർഡർ. ഇനി എന്തിനാണ് ഓർഡർ? ആ മരണ വീട്ടിലേക്ക് കഞ്ഞിയും പയറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പോയാ സാറേ? ഓർഡർ തിരിച്ചെടുത്തത്. അതായത് ഈ കേസ് ഇത്രത്തോളമായ സ്ഥിതിക്ക് ഒന്നാം കക്ഷിയെ എനിക്കൊന്ന് വാദിക്കണം. വാദിക്കണോ? അല്ലാതെ വിസ്തരിക്കണം. എന്താ വിസ്തരിക്കും? ഇയാള് വിസ്തരിക്കാൻ നടക്കണ്. കുട്ടി എന്ത് ചെയ്യുന്നു? രാവിലെ ഉറങ്ങി എണീച്ചു കഴിഞ്ഞാൽ തുണിയൊക്കെ അഴിച്ചു പറിച്ച് കളഞ്ഞിട്ടേ മണ്ണി കിടന്നങ്ങ് ഉരുണ്ട് പെരളും. അയ്യേ, ഏത് കുട്ടി?
എന്റെ കുട്ടി ഞാൻ കുട്ടിയുടെ കാര്യം ചോദിച്ചത്. എന്റെ കാര്യമല്ലേ ചോദിച്ചേ? അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ചു, എന്റെ കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ, ഞാൻ ഈ BLO ആയിട്ട് വർക്ക് ചെയ്യുന്നു. BLO എന്ന് പറഞ്ഞ മനസ്സിലായില്ല. അതായത് അതറിയില്ല, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു സാർ. BP ലോ ആകുന്ന ഓഫീസർ, അതായത് സമ്മർദ്ദം. അതാണ് BLO. മനസ്സിലായി സാർ, എന്റെ കക്ഷി ഇയാൾ വിസ്തരിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ രണ്ടാം കക്ഷിയായ ഇവരുടെ ഭർത്താവിന് വിസ്തരിക്കാൻ ഈ കോടതി എനിക്ക് താഴ്മയായി അനുമതി നൽകണം. ഓക്കെ, യു പ്രൊസീഡ്. സുഹൃത്തെ, എന്താണ് നിങ്ങളുടെ പേര്? വൈജഗൻ. വഞ്ചകനോ? വൈജഗൻ, അങ്ങനെയാണ് എന്റെ പേര്. വൈ ജഗൻ. ഞാൻ ചോദിക്കുന്നതിന് യെസ് ഓർ നോ എന്ന് ഉത്തരം പറയണം. ഓക്കെ. വേറെ ഒന്നും പറയാൻ പാടില്ല. വൈജഗൻ പരസ്ത്രീ ബന്ധം നടത്തുന്നത് നാട്ടുകാർ പറഞ്ഞിട്ടാണോ? നോ. അപ്പൊ ആരും അറിയാതെയുള്ള പരിപാടിയാണ്. അല്ല, യെസ്. അപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. നോ. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല യുവർ ഓണർ? നോ. നോയോ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് വീണ്ടും ഒരു കുഞ്ചി തെളിവിനായി ഈ ജഗന്റെ ഫോൺ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, യു പ്രൊസീഡ്. വേണ്ട. ഇങ്ങട് അൺസൈക്കബിൾ. സാർ, ഇയാള് സരളയ്ക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സരളക്ക് എന്ത് മെസ്സേജാണ് അയച്ചിട്ടുള്ളതെന്ന് ഈ ഹോട്ടലിനോട് പറയാനുള്ള ബാധ്യത ഒന്നാം കക്ഷിയായ നിങ്ങൾക്കുണ്ട്. സരളയ്ക്ക് ഇയാളെ കരളേന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് സാർ. ഓ, സരളക്ക് കരളേന്ന് മെസ്സേജ് അയച്ചിട്ട് കുളിരു കോരുന്ന ദുഷ്ടനാണ് നീ. സരളക്കിന്റെ സരളയെന്ന് മെസ്സേജ് അയച്ചതാ, അത് അക്ഷരം മാറി കരളയെന്നായി പോയി. സാറേ, സാറിന് അറിയാമോ, ഇയാളുടെ കൂടെ പണ്ട് പഠിച്ച ഒരു സരളയുണ്ട്. അവളുടെ കൊച്ചിനെ കണ്ടാലേ ഇയാളുടെ അതേ ചായ. ലേറ്റ് ചായ മതിയോ മാഡം? കാര്യം പറഞ്ഞോണ്ടിരിക്കും അയാൾ. അതിവിടെ ഇല്ലേ, വെച്ച് 10-15 വരെ ഉണ്ടാക്കരുതോ? ഏത് എന്ന സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ വർഷങ്ങളായിട്ട് ഇയാൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരോട്. ഇയാളിൽ നിന്നും സ്വന്തം ഭാര്യ വിവാഹമോചനം തേടുന്നതായി ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം ആ മനസ്സ്. സാറേ, എനിക്ക് എന്തായാലും വിവാഹമോചനം വേണം. എന്താ പറയണേ? എന്താ? ഇതൊരു ചായക്കടയല്ലേ, നമ്മളൊരു കല്യാണത്തിന് പോകാൻ വന്നല്ലേ, ഇത് കോടതിയല്ലല്ലോ, ചായക്കടയല്ലേ. മുളകിട്ട കടുവ. അങ്ങോട്ട് വാ, അങ്ങോട്ട്. ഇപ്പൊ നമ്മുടെ ജീവിതം കടുവറാന്നായിപ്പോയേനെ. ഇവിടെ വന്ന് പെട്ടത് ഭക്ഷണം കഴിച്ചാൽ കാശ് തന്നിട്ട് പോവാ മാഷേ. ഇവിടെ കുടുംബജീവനം കുട്ടിച്ചോറൊക്കെ, അപ്പൊ എല്ലാവർക്കും കാശ് പൊക്കണം. അങ്ങോട്ട് വഴി മാറിപ്പോയാലും ഞാനൊന്ന് വാദിച്ച് കത്തിക്കേറി വന്നതായിരുന്നു. ഞാനും വാദിച്ച് കത്തിക്കേറി വന്നായിരുന്നു. നിന്നെ ഞാൻ കുത്തിക്കേറും. അതിന് സ്വാവോട് നീ ഇവിടെ കിടന്ന് കാണി. ഏതായാലും നിങ്ങൾ വാദിച്ച സ്ഥിതിക്ക് ഞാൻ ഈ കേസിന്റെ വിധി പ്രസ്താവിക്കാൻ പോവാണ്. വാദം പൊളിച്ചാലും വിധി പ്രഖ്യാപിക്കും. നാളെ മുതൽ ഞാൻ ജഡ്ജി അല്ലേ? ഇതെന്നപ്പോ ഞാൻ നാളെ മുതൽ ഞാനും രണ്ടുപേരും നാളെ മുതല് മരപ്പണിക്ക് പോണ മരമാക്കറുകളെ. നല്ല കരുതലോട് കൂടിയാണ് നമ്മുടെ നാട്ടുകൂട്ടം ഇവിടെ വന്നിരിക്കുന്നത്. അവരെ തിരികെ കെയർ ചെയ്ത് ഹാപ്പി ആക്കി ചിരിപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ. അത് നമ്മൾ സ്കിറ്റ് ഇറക്കാൻ പോവുകയാണ്. പിന്നെ ഇവിടെ സ്കിറ്റ് കളിക്കാൻ വരുന്ന ടീമിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അവരൊരു ഓൺലൈൻ ടീമാണ്. അപ്പൊ നിങ്ങളുടെ പടത്തിന്റെ പ്രൊമോഷൻ അവരെ ഏൽപ്പിച്ചാൽ അവരത് കളറാക്കി തരും. അടിപൊളി സെറ്റ് അല്ലേ ചേച്ചി? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ ബാറ്ററി ഓൺ ചെയ്താലോ? പിന്നെ ബാറ്ററി ഓൺ. യെസ്, ബാറ്ററി ഓൺ ആയിരിക്കും. നല്ലൊരു കിടിലം പുതുപുത്തൻ ടീമിനെയാണ് നമ്മളിവിടെ ഇറക്കാൻ പോകുന്നത്. സുബീഷ്, അനന്തു ആൻഡ് ജെറിൻ. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം them. വലിയ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വർക്ക് ഭയങ്കര കുറവാ. ഹലോ സിനിമാക്കാർ, നിങ്ങളെ പ്രൊമോഷൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തരണം. ഞാൻ നല്ല കരുതലോടെ ചെയ്തേക്കാം. അല്ല, തന്നിട്ടും വലിയ ഉപകാരമൊന്നുമില്ല. ഈ ഉള്ള മാത്രം ഇവിടെ പണിയെടുക്കണേ. എനിക്കിവിടെ ഒരു പണിക്കാരനുണ്ട്. ഇവനാണെങ്കിൽ ഫുഡ് അടിക്കുന്ന കാര്യത്തിലല്ലാതെ വേറെ ഒരു കാര്യത്തിൽ എന്റർടൈൻമെന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എവിടെയുണ്ട്
ഇപ്പൊ വരും. എവിടെയാണാവോ? എവിടെയായിരുന്നു? ഇതിന്റെ ഇടയിലായിരുന്നേ. അതല്ല ചോദിച്ചത്, നീ എവിടെയായിരുന്നു? ഞാൻ ഉസ്മാന്റെ കട ചായ കുടിക്കാൻ പോയി. ചീത്ത് നേരി തീറ്റതി. അല്ല, ചായ കുടിക്കാൻ പോയി നീ ഇങ്ങനെ പല്ലിന്റെ ഇടയിൽ ഊത്തണ? അത് ചായക്കൊരു സപ്പോർട്ടായിട്ട് നിർത്താൻ ഞാൻ 4 പൊറോട്ടയും കൂടെ കഴിച്ചു. അതെന്റെ തെറ്റാണോ മുതലാളി? ഒരിക്കലല്ല, അത് എന്റെ തെറ്റാ. നിന്നെ ഞാൻ അവിടെ പണിക്കെടുത്തില്ലേ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിന്നെ ഞാൻ എവിടെയാണ് പണിക്കെടുത്തിരിക്കുന്നത്? ഇവിടെയാണോ അതോ ഉസ്മാന്റെ കടയിലാണോ? ഇവിടെ എനിക്ക് പണിയില്ലല്ലോ. ഇല്ല, നീ വന്ന അന്ന് മുതൽ എനിക്കാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതും 8 to 16 പണി. മുതലാളി, എന്റെ പണിയെ കുറിച്ച് മാത്രം മുതലാളി കുറ്റം പറയരുത്. ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ കണ്ടിട്ട് ശ്വേതാ മേനോൻ എനിക്ക് മെസ്സേജ്. നമ്മുടെ സിനിമാ നടി ശ്വേത ചേച്ചിയാ. നിനക്ക് എന്ത് മെസ്സേജ് അയച്ചേ? നിനക്ക് സുഖമാണോ, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞു തുരുതുരാ മെസ്സേജ് ആയിരുന്നു. എനിക്ക് വിശ്വാസമില്ല, കാണിച്ചേ. കാണാം. നിനക്ക് എന്തിന്റെ അസുഖമാടാ? നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലടാ. അയ്യോ, അതിന് അങ്ങനെ അർത്ഥം ഉണ്ടായിരുന്നു. ഇതിന് ഇങ്ങനെ ഒരു അർത്ഥമുള്ളൂ. നീ ഇത് പിടിച്ചു നീ. എടാ പൊന്നു മോനെ, ഇതൊക്കെയാണോ നിന്റെ മെസ്സേജ്? അതൊക്കെ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മെസ്സേജ്. കാണിച്ചു നോക്കട്ടെ. ആ പോസ്റ്റിനെ ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുക, ഈ പോസ്റ്റിന്റെ മുതലാളി കില്ലാടി തന്നെ എന്ന്. നോക്കട്ടെ, നോക്ക്, വായിക്കേ. അയ്യോ, ഇത് അങ്ങനെയല്ല. ഈ പോസ്റ്റിന്റെ മുതലാളിക്ക് ക്രിമികടി തന്നെ. അത് സംഭവം ശരി, അത് വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, അടുത്ത മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കിയാ. ഈ ചാനൽ പാൻ ഇന്ത്യ എത്തട്ടെ. ഉണ്ടാ, ഈ ചാനൽ ഇന്ത്യ ബാൻ ചെയ്യട്ടെ. ഒരു കാര്യം ചെയ്യും, ഇത് ബാൻ ചെയ്ത് കഴിഞ്ഞാ പിറ്റേ ദിവസം ഞാൻ എന്റെ ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴോ ഇയാൾക്ക് കമന്റിൽ നിന്ന് കേൾക്കുന്ന തെറി പോരാ, നീ ലൈവായിട്ട് ഇങ്ങനെ ഒരു തെറിക്കൊതിയൻ. എന്തോന്ന്? ഇങ്ങനെ ഒരു ജനപ്രിയൻ. ഞാൻ നിന്നോട് കുട്ടിയാക്കലിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞിട്ട് നീ എടുത്തായിരുന്നോ? അതൊക്കെ എപ്പോഴും എടുത്ത്. എന്നിട്ട് അതിൽ കല്യാണത്തിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ചോദിക്കാൻ? മുതലാളി, ഞാൻ അത് ഇന്റർവ്യൂ ചോദിച്ചില്ല, അത് ഇനി പേഴ്സണൽ ആയിട്ട് വിളിച്ചു ചോദിച്ചു. എന്തോ നാളിന്റെ പ്രശ്നം എന്നാ പറഞ്ഞു. എന്താ നാള്? മൂലം. കിട്ടി. എടാ, ഇന്റർവ്യൂടെ ക്യാപ്ഷൻ കിട്ടി, എഴുതിക്കോ. ഓക്കെ മുതലാളി. കുട്ടിയാക്കലിന്റെ കല്യാണത്തിന് വില്ലൻ മൂലം. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് കാണാൻ കൊതിയായി. എന്തോന്ന്? ഇന്റർവ്യൂ. ഞാനങ്ങട് ഇല്ലടായി പോയി. സുബി, നിന്നോടൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. നിന്റെ വീഡിയോ എടുപ്പിനെ കുറിച്ച് അമ്പൈ പറക്കെ മോശം അഭിപ്രായം. മോനെ, എന്റെ വീഡിയോ എടുപ്പോ? നിന്റെ തന്നെ. ഞാൻ നന്നായിട്ടല്ലേ മുതലാളി വീഡിയോ എടുക്കുന്നത്? നീ എങ്ങനെ വീഡിയോ എടുക്കണം ഒന്ന് കാണിച്ചേ. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കും, പിന്നെ 2 സ്റ്റെപ്പ് കൊണ്ട് വെക്കും. ഭരതനാട്യമാണല്ലോ ഇത്. എടാ പുട്ടാ, നീ തന്നെ ഞാൻ കാണിച്ചു തരാം. നിനക്ക് ഈ സംഭവത്തിന്റെ ഒരു നാക്ക് കിട്ടാഞ്ഞിട്ടാ. ഞാൻ എടുക്കാം, നീ നടിയേ. പിന്നെ സുബി, നടിയാവടാ. ചേച്ചി കല്യാണം ചെയ്ത് കേട്ടു. എന്തായി? എന്നാ ഡിവോഴ്സ് വരുന്നേ? വെയിറ്റ് എത്രയാ? സിനിമയൊക്കെ ഉണ്ടോ? നീ നോക്ക് നോക്കടാ, കണ്ട് രസിക്ക്. ഓ, ഇങ്ങനെയായിരുന്നോ? മുതലാളി, ഇതിനകത്ത് തലയില്ലല്ലോ. തല ഉണ്ടാവരുത്, ബാക്കിയെല്ലാം വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ലേ? ഇതല്ലടാ നമ്മുടെ ഓൺലൈൻ മാധ്യമ ധർമ്മം. അങ്ങനെയാണ് ഇനി തൊട്ട് ഞാൻ ഇരുന്നും കിടന്നും ഇഴഞ്ഞും പറന്നും വീഡിയോ എടുക്കും. 2 ആഴ്ചയായി ഒരു എഡിറ്റർക്ക് വേണ്ടി ഞാനിവിടെ പരസ്യം ചെയ്തിട്ട്. ഇന്നേ വരെ ഒരുത്തം പോലും ഇതിന്റെ പടി കയറി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുതലാളി, ഏത് ചാനലാ പരസ്യം കൊടുത്തത്? ചേട്ടാ, നമ്മുടെ സ്വന്തം ബ്ലൂക്കു ഇല്ലേ? വെറുതെ അല്ല, 10 പേര് കാണുന്ന ചാനലിൽ കൊണ്ട് പരസ്യം കൊടുക്കണ്ടേ? ഉള്ളത് പറയാലോ മുതലാളി, ഞാൻ പോലും ഈ ചാനലിന്റെ പരസ്യം കണ്ടിട്ടില്ല. വെച്ചക്ക, നീ കുറെ നേരം എന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലിനും കുറ്റം പറയുന്നു. എടാ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോടാ. ഞാൻ പൊക്കോളാം, എനിക്ക് എന്റെ ശമ്പളം എന്താ? ശമ്പളം ഒഴിച്ച് വേറെ എന്ത് വേണേലും നിനക്ക് ചോദിക്കാം. എന്നാ സാലറി നിനക്ക് എല്ലാ മാസം കൂട്ടുന്നില്ലേ? കൂട്ടുന്നല്ലേ ഉള്ളൂ, അത് തരുന്നില്ലല്ലോ. കുഞ്ഞു മോനെ, നിനക്ക് കൂട്ടുന്നെങ്കിലും ഇല്ലേ? മുമ്പ് വിടുന്ന സ്റ്റാഫിന് അതുപോലും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും 2 കൊല്ലം അവിടെ വർക്ക് ചെയ്ത. മുതലാളി എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ശമ്പളം ഇന്ന് വേണം. എന്താണെന്ന് നോക്കി ചെറുക്കൻ, നിനക്ക് ഇന്ന് തന്നെ ശമ്പളം വേണമെന്ന് എന്താ എത്ര നിർബന്ധം? പഴയ പോലെ അല്ല മുതലാളി, വീട്ടിലൊക്കെ മുഴുവൻ പട്ടിണിയാ. എത്ര നാളായെന്നറിയോ നല്ലൊരു ആഹാരം കഴിച്ചിട്ട്? പട്ടിണി കാരണം എന്റെ വയറെല്ലാം ഒട്ടിപ്പോയി. ഇതിനൊക്കെ ഞങ്ങൾ നല്ല ചാടി കിടക്കാന്ന് പറയാ. മുതലാളി കളിയാക്കല്ലേ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയല്ലേ മുതലാളി നമ്മളെല്ലാം കഷ്ടപ്പെടുന്നത്? ഒരു നേരത്തെ ആഹാരം 3 നേരം തിന്നാൻ കൊടുക്കുന്ന എന്നെ ഒരു നേരം ചായ ഒരല്പം നേരം വൈകിന് എന്റെ ചെവി കടിച്ചു പറിച്ചവനെ. അത് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ അല്ലാതെ. നീ ചോദിച്ച പോലെ നിന്റെ ശമ്പളം ഞാൻ മുഴുവനായിട്ട് തരാം. ഓക്കെ, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. കഴിഞ്ഞ മാസം എന്നോട് പോലും ചോദിക്കാതെ ഒരാഴ്ച അടുപ്പിച്ച് എന്തിനു നീ ലീവ് എടുത്തു?
അത് കൂട്ടുകാരൻ വിളിച്ചപ്പോ ചിക്കൻ പപ്സ് കഴിക്കാൻ പോയതാ. ഒരു ചിക്കൻ പപ്സ് കഴിക്കാൻ ഒരാഴ്ചത്തെ ലീവാ. കേട്ടത് മാറിപ്പോയി. അവൻ ചിക്കൻ ബോക്സ് എന്നാ പറഞ്ഞേ. ആര് വരുന്നുണ്ടല്ലോ? ആരാണാവോ? അറിയത്തില്ല, കയ്യിലൊരു പൊതിയുണ്ട്, ഞാൻ പോയി നോക്കാം. ഹലോ ഹലോ, ആരായിരുന്നു? ഞാൻ രാജു പാളയം. അതൊരു പട്ടിയല്ലേ? അയ്യ, അത് രാജപാളയം. ഞാൻ രാജു ഫ്രം പാളയം, തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഞാനൊരു സംവിധായകനാണ്. അപ്പോ ഇതിന്റെ ഒരു പുതിയ പടം ഇറങ്ങുന്നുണ്ട്. അതിന്റെ പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവിടെയോ? ചെയ്യില്ല? പിന്നെ എന്റെ മോലാളി സൂപ്പറായിട്ട് പ്രഥമൻ ഉണ്ടാക്കും. പ്രഥമനോ? പ്രൊമോഷൻ ചെയ്യും. ഓ, ഒരാള് വന്നപ്പോ കേറി വരും തോന്നുന്നു. സാർ എന്താ പയ്യൻ പറഞ്ഞോണ്ടിരിക്കില്ല സാറേ. ശരിക്കും ഇതിന്റെ ഓണർ ഞാനാണ്. എന്റെ പേര് കെ കെ. കൊയിലാണ്ടി. കുട്ടം കൊയിലാണ്ടി. താങ്ക് യു സാർ. അയ്യോ, നല്ല പേര് കേട്ടോ, നല്ല പേര്, നല്ല പേര്. പൊന്ന് സാറേ, ഇവന് വിശ്വസിക്കരുത്. ഇവൻ നാവിടുത്ത നുണ മാത്രമേ പറയുള്ളൂ. മൂന്ന് കാര്യത്തിനാണ് അവൻ ഇവിടെ വായ തുറക്കണത്. ഒന്ന് ചോറുണ്ടാൻ, രണ്ട് നുണ പറയാൻ, മൂന്ന് കൂട്ടുവായിടാൻ. സാറിനോട് അവനെന്തെങ്കിലും മണ്ടത്തരം? അവൻ മണ്ടത്തരം പറഞ്ഞു. ഇവിടത്തെ മുതലാളി നല്ലപോലെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ സംഭവം മാസത്തിൽ ഒരിക്കൽ അവൻ സത്യം പറയും. ആ ദിവസം സാറ് ഭാഗ്യമുണ്ട്. എന്ത് ഭാഗ്യവരാജൻ. അല്ല, ഞാൻ കുഴപ്പമില്ല സാർ. ഇരിക്കൂ സാർ, ഞാൻ നിന്നോളാം, കുഴപ്പമില്ല സാർ. ഇരിക്കൂ സാർ. ഞാൻ ഇരിക്കാം. ഇറങ്ങി ഇത് സാറിനോടല്ല പറഞ്ഞേ, നമ്മുടെ പയ്യനോട്. എന്നോട് തല്ലിരുന്നില്ലേ? അല്ലല്ല, എനിക്ക് തോന്നി. ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചു. സാർ എന്തുകൊണ്ടാണ് എന്റെ ഈ ബ്ലൂ ക്വീൻ മീഡിയയിലേക്ക് വരാൻ കാരണം? ഗുഡ് വൺ. എടോ, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു. എന്നാ വീഡിയോ എന്നറിയാമോ? അത് 2 യുവ മിഥുനങ്ങൾ പിണർന്ന് ഒരു ബെഡിലോട്ട് ഇങ്ങനെ വീഴുന്നു. ഓ, ആ ഫ്രെയിം കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ കോരി തരിച്ചു പോയി. അതേത് വീഡിയോയുടെ കാര്യം പറഞ്ഞു? അത് വീഡിയോയുടെ ഇടയ്ക്ക് വന്ന ബെഡിന്റെ പരസ്യമാണ്. ഉള്ളത് പറയാലോ, അതെന്നെ ഹഠാത് ആകർഷിച്ചു. സാറേ, സംഭവം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലാണ് സാറേ ഞങ്ങൾ ആ വീഡിയോ. അല്ല, അതിലുണ്ട് ബുദ്ധിമുട്ടിയതിലുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നല്ല കരങ്ങൾ. ഈ മോനാണോ? എന്റെ പയ്യനാണ് സാർ. ഈ കുഞ്ഞാണോ അത്? യു ആർ ഗ്രേറ്റ്. ഞാനാണ് കാശ് മുടക്കുന്നത്. നിങ്ങൾ ഗ്രേറ്റ് ആണ്. ചോദിച്ചോട്ടെ, അത് നിങ്ങൾ എവിടെ ഷൂട്ട് ചെയ്തു? അത് എടുത്തോനറിയാം. എടപ്പാൾ എനിക്ക് തോന്നി പോലെ ഉണ്ട്. സാറേ, സാറിന്റെ സിനിമയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏത് ലെവലിൽ സാറിന് പ്രൊമോഷൻ ചെയ്തു തരണം എന്നുള്ളത് ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും? ഓക്കെ. എന്റെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ ആദ്യത്തെ 2 പടങ്ങളും സൂപ്പറായിട്ട് പൊട്ടിപ്പോയി. പക്ഷേ മൂന്നാമത്തെ പടം പൊട്ടില്ല. അത് ഞാൻ പണി അറിയാവുന്ന ഒരുത്തനെ വെച്ച് സംവിധാനം ചെയ്യും. വെരി ഗുഡ് സാർ. സാറേ, എന്റെ ഈ മൂന്നാമത്തെ പടം വേറൊരാളെ കൊണ്ട് സാർ സംവിധാനം ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. അത് എന്റെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്റെ ഒരു പടമെങ്കിലും 4 പേര് തികച്ചെന്ന് കാണണമെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്തതാ. ആ മഹത്വത്തി ഇപ്പൊ എവിടെയുണ്ട് സാർ? അപ്പൊ പുതിയത് അച്ഛൻ പഴയതായി പഴയതല്ല, പഴയതനായി. ആൾക്ക് വിഷം ഭയങ്കര പറയാൻ പാടുണ്ട സാറേ. 2 ദിവസം കഴിച്ച അച്ഛന്റെ 16. എന്റെ പാളയം മുതലാളി ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ചോദിച്ചോടാ കൊച്ച്. അച്ഛനെ എനിക്കറിയത്തില്ല. ഞാനും വരട്ടെ 16-ന്. അയ്യോ, എന്തൊരു സ്നേഹമാണ് ആ കുഞ്ഞെ നിനക്ക്. ഇതൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? 16 ഇഡ്ഡലിയാണോ ഉപ്മാവാണോ? മൈൻഡ് യുവർ വേർഡ്സ്. എവിടെ മയോണൈസ്? എന്ത് ചെറുക്കാണ്, എന്ത് തീറ്റ. ഇതാണ് ഇവന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ സാർ, കൂളാവും സാർ. ഓക്കെ, ഞാൻ കൂളായി. ഓക്കെ, അപ്പോഴാണോ
ഉള്ളത് പറയാലോ, എനിക്കും ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പണ്ട് അത് നടന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഏത് കണ്ടന്റ് ഇടുമെന്നൊരു എനിക്കൊരു ഡൗട്ട്. സാറിന്റെ ഐഡിയ ഉഗ്രനാണ് സാർ. ഇപ്പോഴെങ്കിലും സാർ തോന്നിയല്ലോ. അങ്ങനെ എന്റെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഫുഡ് ബ്ലോഗ് തുടങ്ങിയാലോ? എടോ ആ പയ്യൻ ഐഡിയ പറഞ്ഞപ്പോ ഞാൻ അടിച്ചു ഓടിച്ചോടോ. എന്റെ പൊന്ന് സാറേ, അവന് വ്ലോഗ് തുടങ്ങാൻ ഐഡിയ അല്ല, പിന്നെ ഓസിന് പുട്ടടിക്കാൻ ഐഡിയ. വിശ്വാസം ചോദിച്ചു നോക്ക്. Is it? Exactly. Very, very horrible. സാറേ, പ്രൊമോഷന്റെ കാര്യങ്ങൾ വല്ലതും പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഈടോ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയണം. സത്യം പറയാലോ, ഞാൻ കയറി വന്നപ്പോ തന്റെ ആ ബോർഡ് താൻ ഇവിടെ ഡിസൈൻ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഒന്നും വിചാരിക്കരുത്. ഇല്ല സാർ, സാർ ചോദിക്കണം ഞാൻ കാര്യം. ഇത് എങ്ങനെയാ താൻ സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് സ്റ്റാർട്ടിങ് എങ്ങനെ കിട്ടി? എന്റെ തുടക്കത്തെ പറ്റി എന്താണ് സാർ? തുടക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ അല്പം പുറകിലേക്ക് പോകേണ്ടി വരും. ഇപ്പൊ എന്നാ വാ സാർ, അടുക്കള അങ്ങോട്ട് പോകും. ഞാനേ ഓർമ്മകൾ പുറകിലേക്ക് പോണ കാര്യം വേറെ എന്തോ എന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അവിടെ ഒരു സുന്ദരി ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗൗരി. അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവളുടെ ചിത്രങ്ങൾ എന്റെ ഹൃദയത്തിലല്ല, എന്റെ ഈ കൊച്ചു മൊബൈൽ ക്യാമറയിലാണ് പകർത്തിയത്. അവളുടെ ചിത്രങ്ങൾ ഫുള്ളും ഞാൻ എന്റെ കൊച്ചു ഗാലറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓ കുളിസയും പിടുത്തം. ഗാലറി വരെ എത്തിയായിരുന്നു പുല്ല്. സാർ, പ്രൊമോഷന്റെ കാര്യങ്ങൾ. ഈടോ പ്രൊമോഷൻ എന്ന് വെച്ചാല് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൊമോഷൻ, എന്റെ ഒരു കൺസെപ്റ്റ് ഉള്ള പ്രൊമോഷൻ എന്ന് വെച്ചാല് നല്ല എന്ത് ഫാസ്റ്റ് ആയിട്ട് പയ്യൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഉള്ളത് പറയല്ലോ കൊയിലാണ്ടി, യു ആർ വെരി ലക്കി. സാറിന് തെറ്റി. ഇവൻ ഫാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുള്ളൂ, എന്താ? ബ്രേക്ക്ഫാസ്റ്റ്. മിസ്റ്റർ സുബി എന്താണ് അവിടെ ചെയ്യുന്നത്? വിശന്നിട്ട് കൈവറയ്ക്കുക. ഈടോ വിഷമിക്കാരി ഒരു ഓഫീസൊക്കെ ആകുമ്പോ ഇങ്ങനെ പലരും കാണും, അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? വിട്. സാറേ, സാറിന്റെ പ്രൊമോഷൻ വർക്ക് ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സാർ വിചാരിച്ചെങ്കിൽ മുകളിൽ മനോഹരമായിട്ട് ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. താങ്ക് യു മിസ്റ്റർ. അതിനു മുമ്പ് ഞാൻ എന്റെ ഒരു കൗതുകത്തിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. എനിക്കിതാ ചോദിച്ചു. ഞാനും ഈ ഡയറക്ടർ ഫീൽഡിലേക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ചെന്ന് കേറക്കോട്. നല്ല തീരുമാനം. ആസ് എ ഡയറക്ടർ നമ്മൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ചെലവ് നമുക്ക് എവിടെയാണ് കൂടുതൽ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാനൊരു സാധനം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രൊഡക്ഷനിലോട്ടാണ്. അതായത് ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ നോ കോംപ്രമൈസ്, നല്ല ഫുഡേ കൊടുക്കും. ഇപ്പൊ രാവിലെ നോക്കിക്കഴിഞ്ഞാല് ചിക്കൻ, ബീഫ്, മട്ടൻ, മുട്ടക്കറി, ചപ്പാത്തി. എന്റെ രാജപാളയം മുതലാളി, എന്താണ് കുട്ട എന്നെ കൂടെ ആ പ്രൊഡക്ഷൻ ടീമിൽ കൊണ്ടുപോകാ മുതലാളി. അയ്യോ എടാ, അവിടെ വേക്കൻസി ഇല്ലടാ. ഞാൻ ഒരു പൂച്ചയുടെ ഫിഗർ ഇട്ട് അയ്യോ, ഞാൻ ഈ മുഖത്ത് നോക്കി എങ്ങനെ നോ എന്ന് പറയും? ആ മുഖത്ത് നോക്കണ്ട, ഈ മുഖത്തൊക്കെ നോ എന്ന് പറ. അങ്ങനെ ഓസിരുത്തിനെ ഞാൻ ഇവനെ വിടൂല മുതലാളി. ഓടാ. നല്ലൊരു സ്കിറ്റ് നമ്മൾ കണ്ടു. ഞാൻ കരുതൽ ടീമിനോടൊരു കാര്യം പറയാവേ. ഞങ്ങൾക്ക് ഇവിടെ പൊതുവെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു സ്വീറ്റ് എന്ന് പറയുന്നത് ക്രീം ബൺ അഥവാ ബട്ടർ ബൺ ആണ്. പക്ഷെ അതിനുശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ചാക്കുടു. എന്റെ ദൈവമേ, പെർഫോമൻസ് ഉടനീളം ഞങ്ങള് ക്യൂട്ട്നെസ് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഒരു കാര്യം പറയട്ടെ, സോൾട്ട് ആൻഡ് പെപ്പർ കണ്ട് ഒരു പ്രേക്ഷകർ പുറത്തിറങ്ങുമ്പോ ഭക്ഷണം കഴിക്കാൻ തോന്നും. ഇയാളുടെ ഈ ഒരു അവതരണം കഴിഞ്ഞിട്ട് എനിക്ക് വിശക്കുന്നു. എല്ലാവർക്കും വിശന്നു ഫുഡ് കഴിക്കാൻ. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. തുടക്കത്തില് ജെറി സൂപ്പർ, നൈസ് എനർജി, വെരി നൈസ് എനർജി. നിങ്ങൾ ആദ്യമായിട്ടാണ് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരുന്നത്. ആദ്യത്തെ ടൈം ഒരു വേദി കിട്ടുമ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഈ ടീമിൽ ആ ഒരു നെർവസ്നെസ് തോന്നിയില്ല. വെരി ഗുഡ്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടനെ കാണുമ്പോ ഹഗ് ചെയ്യാൻ തോന്നൂലേ? നമുക്ക് ഹഗ് ചെയ്യണോ? നമ്മളെ കൂട്ടി നമ്മളെ മനസ്സ് പറയുന്നുണ്ട് വരാൻ, പക്ഷേ പറയാത്തതാ. ചേച്ചി എനിക്കറിയാം അവൾ ഓടി വരുമ്പോ സമയം എടുക്കുന്നു. പക്ഷെ ശ്വേത ചേച്ചിക്ക് കൂടെ വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കാണ്.
അയ്യോ ഭയങ്കര രസം. വീട്ടിലാരൊക്കെയുണ്ട്? പിന്നെ അച്ഛനമ്മ ചേട്ടായി. രക്ഷപ്പെട്ടടാ. ഒരു തല്ലൊഴിവായി കിട്ടി. എവിടെ സ്ഥലം എവിടെയാ? ഇടുക്കിയില്. ഇടുക്കിയിലാണോ? ഓ ഇനി നമ്മൾ ആക്കിയാണെങ്കിൽ ഇടുക്കി വരെ പോണല്ലോ. ദൈവമേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. എനിവേസ് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ചടങ്ങിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, അതിലും ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരു ബാറ്ററി. ആ ബാറ്ററി എത്രത്തോളം നമ്മൾ ചിരിച്ചു, ആ ബാറ്ററിയിൽ എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ. വാ. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല തുടക്കം തന്നെ കിടുക്കി. 40,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ഗായ്. അടിപൊളി അടിപൊളി. നമ്മുടെ ഫ്ലോറിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുതിയ ടീം അതെ, ഒറ്റയടിക്ക് പോവാന്നുള്ളത്. അത് ചൂടോടെ നമുക്ക് ഇപ്പൊ തന്നെ കിട്ടും, ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ദാ ശ്രദ്ധിച്ചോ, ബാങ്ക് ഓഫ് ബോംബെ. നല്ല പൊറോട്ടയും ബീഫും വെച്ച് കഴിക്കും. അയ്യോ വിശക്കുന്നു വിശക്കുന്നു വിശക്കുന്നു. നമുക്കിപ്പോ എന്റെ ഇച്ചിരി കഴിച്ചിട്ട് വന്നാലോ? തിരിച്ചറിയുമ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ, ആക്കി നമ്മൾ അവിടെ ഇരുന്ന് വെറുതെ കുറച്ച് സമയങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ ഈ ഫ്ലോറിൽ ഒരു മമ്മൂക്കയുണ്ട്, ഒരു ശ്വേതാമേനുണ്ട്. നമുക്ക് അവരുടെ ഒരു പെർഫോമൻസ് കണ്ടൂടെ? ശരിയാണല്ലോ. അല്ലേ, എന്തുകൊണ്ട് ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയില്ല? അല്ല, ആക്ച്വലി ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണുന്ന താല്പര്യമുണ്ട്. പ്രേക്ഷകർ മാത്രമല്ല, കരുതൽ ടീമിനും അത് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. വേണം. ആദ്യം രണ്ടുപേരും ഒന്ന് വേദിയിലേക്ക് വരാമോ? ഈ കുഞ്ഞുകുട്ടിയുടെ ആഗ്രഹം ഒന്ന് സാധിക്കാനാ. എന്റെ ഒരു ഭാഗ്യം നോക്കട്ടെ, ഒരു സൈഡിൽ മമ്മൂക്ക, ഒരു സൈഡിൽ ശ്വേത ചേച്ചി, അങ്ങനെ രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ പെർഫോമൻസ് കാണാം. ആണോ? ഒരു ചെറിയ ഡാൻസ് സീക്വൻസ്. യുവിനത് എളുപ്പമാണ്. മമ്മൂക്ക, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം. ഇല്ല, ഞങ്ങളുടെ മനസ്സിൽ ഇപ്പൊ മമ്മൂക്കയാണ്. ശരി, എന്തായാലും ടിങ്കിൾ ചേട്ടാ, ശ്വേത ചേച്ചി പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകത്തേക്കായിരിക്കും. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പ്രിപ്പയർ അല്ല. അത്രേ മതി. അപ്പൊ എന്തായാലും ടീം കരുതൽ നല്ലൊരു കൈയ്യടി കൊടുക്കാം. ടീം കോമഡി മാസ്റ്റേഴ്സ്. സംഗീതമേ നിന്റെ സംഗീതം പാടുവാ നീ തീർത്ത മൺവീണ സൗന്ദര്യമേ പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഗോപുരം നീളെ 1000 ദീപം ഉരുകി ഉരുകി മെഴുകു തിരികൾ ചാർത്തും മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തും. മെല്ലെ ഞാനും കൂടെ പാടുന്നു നീ അടിപൊളി അടിപൊളി. ഞാൻ എന്തായി കണ്ടത്? ഈ നമ്മള് എവിടെ നിന്ന് നോക്കിയാലും ഞാൻ ബാക്കിൽ നോക്കുമ്പോ ശരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഗംഭീരായിരുന്നു ഗംഭീരായിരുന്നു കേട്ടോ. ഞാൻ എന്നെ നോക്കിയപ്പോ എവിടുന്ന് നോക്കിയാലും ശ്വേത. ഞങ്ങളുടെ AI ഭയങ്കര കിടിലോ കേട്ടോ. ഞങ്ങളുടെ AI ഭയങ്കര കിടിലോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്നേന് ടിങ്കിൾ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒപ്പം തന്നെ കരുതൽ ടീം വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്.
നമ്മൾ സിനിമയും ഇതുപോലെ തന്നെ ഗംഭീരമാവട്ടെ. ഞങ്ങൾ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും നല്ല ജെനുവിൻ ആയിട്ടുള്ളതും ഭയങ്കര പവർ പാക്ഡ് ആയിട്ടുള്ള കലാകാരന്മാരും കലാകാരികളുമാണ്. ഇനിയും നിങ്ങളുടെ സിനിമകളും വരട്ടെ. വിത്ത് ദിസ് നമുക്ക് കോമഡി മാസ്റ്റേഴ്സ് ആണ്. അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ, ഗുഡ് നൈറ്റ്.